സരോജം, ഒന്നും കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ വരാണ്ടിരുന്നത്. പിന്നെ ശ്രീകുട്ടിക്ക് ഈ വഴി വരാൻ സങ്കടം. ഇനി ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? പോയത് പോയി, അത്ര യോഗമുള്ളൂ. ഒക്കെ സഹിക്കാൻ മണിയണ്ട. എന്റെ മോളെ ഇറച്ചി കഷ്ണം പോലെ കടിച്ചു കയറി. ഈശ്വര, സരോജ, ഒക്കെ വിദ്യ. നമുക്ക് തടുക്കാൻ പറ്റുമോ? ഞാനിനി എന്തിനാ മണിയേട്ടാ ജീവിക്കണേ? വേണ്ടാത്ത ഒന്നും പറയണ്ട. നമുക്ക് ഒരു മോളും കൂടെ ഇല്ലേ? അവളെ വളർത്തണ്ടേ നമുക്ക്? സമാധാനിക്ക്, ഇനിയുണ്ട് ജീവിതം. ഞാനുണ്ട് നിനക്ക്. നമുക്കൊരു മോളുണ്ട്. സരോജം, കരയണ എന്തിനാ? ഇനി നീ ഒറ്റയ്ക്കാവില്ല, ഒറ്റയ്ക്കാവില്ല. ആരാ? നമ്മുടെ കമ്പനി പടിക്കൽ കച്ചവടം ചെയ്യുന്ന ആചാരുടെ ഇളയ മോളാ. 18 വയസ്സ്. അതിനെ കൊന്നതാ? കൊന്നതോ? ആ കുട്ടി 4-5 കൊല്ലമായിട്ട് ക്യാൻസർ പിടിച്ച് കിടപ്പിലായിരുന്നു. കുറച്ച് ദിവസമായിട്ട് എന്റെ വാച്ചിന് ഒരു ഓട്ടം കൂടുതൽ. എടാ പോലീസ്! ഞാൻ കരുതി നിന്നെ പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുവാന്ന്. ഒക്കെ ഓരോ കാട്ടിക്കൂട്ടല്. ഓട്ടോറിക്ഷക്കാരും ടാക്സിക്കാരും ഇടി കുറെ കൊണ്ടു. ഇടിക്കാണ്ട് പിന്നെ കേസ് തെളിയിക്കാൻ പറ്റൂ? പ്രതികൾ 1-2 അല്ല, 5-8 ആളുണ്ടായിരുന്ന പോസ്റ്റ്മോർട്ടത്തില്. അന്നൊരു 7 മണിക്ക് ഒരു ചുവന്ന ജീപ്പ് നരിമടക്കുന്നിന്റെ ഭാഗത്തേക്ക് പോണത് കണ്ടവരുണ്ട്. ആര് കണ്ടു? പറഞ്ഞു കേട്ടതാ. പോലീസ് അന്വേഷിക്കല്ലേ? കൊന്നത് ഒരാളാ. അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, നിനക്കാരെങ്കിലും സംശയമുണ്ടോ? സംശയമല്ല, സത്യം. അത് പോലീസ് പറയായിരുന്നില്ലേ? പറഞ്ഞല്ലോ. എന്താ കാര്യം? തെളിവുണ്ടോ? പക്ഷേ എനിക്കൊരു തെളിവും വേണ്ട, എനിക്ക് ഉറപ്പാ. എന്താ വിദ്യാർത്ഥി ഈ വഴി? വീട്ടിൽ നിൽക്കാൻ ഒരു സ്ത്രീയെ കിട്ടുന്ന നോക്കാൻ പോയതാ. മോക്കൊരു കൂട്ടിന്. മോക്ക് മാത്രമാക്കണ എന്തിനാ? തനിക്ക് ഒരു കൂട്ടായിക്കൂടെ?
പോലീസുകാരോട് നിന്റെ പേര് പറഞ്ഞു അല്ലടാ? സത്യല്ലേ? എന്റെ കുട്ടിയെ നീ എന്നെയാ. ആയെ തോന്നിയാസം പറഞ്ഞ കാച്ചിക്കളയും ഞാൻ. അറിയാത്ത കാര്യത്തിന് എന്റെ തലയിൽ വെച്ചിട്ടുണ്ടോ കൊല്ലും ഞാൻ തന്നെ ഞാൻ. വിടറാ, വിടറാ എന്നെ, വിടറാ. കൊല്ലടാ. വേഗം നടക്കും മോനെ, സ്കൂളിൽ ചെല്ലും മണിയടിക്കും. നാളെ ഞാൻ പോവില്ല. പിന്നെ ഞാൻ എന്നും പോവില്ല. ദേ കുട്ടാ, വെറുതെ അച്ഛൻ്റെ അടുത്ത് അടി മേടിക്കണ്ട കേട്ടോ. സരോജിനേച്ചി, എന്താ അത്? ആ ശാരദടുത്തിയോ മക്കൾ ആരെങ്കിലും കണ്ടുവന്നാ തെറിയുടെ പൂരാ. നാളെ ഞാനൊരു ഓലെടുക്കാൻ വന്നിട്ട് എന്റെ അപ്പോ പിന്നെ പറയാത്ത ഒന്നുമില്ല. എനിക്ക് അവരുടെ ഒരു തേങ്ങയും വേണ്ട, ഒരു ഈർക്കില് പോലും വേണ്ട. ഈ പെരയിങ്ങനെ നശിപ്പിക്കരുതല്ലോ. ഈ മാസം മണിയേട്ടനെ പോയി കണ്ടിരുന്നു സരോജിനേച്ചിയെ? കണ്ടു. അടുത്ത മാസം വരും മണിയേട്ടൻ. അതാണ് മൂത്തൊരു വെട്ടം. മണിയേട്ടൻ വന്നാ പിന്നെ ഒരു ബെല്ല് നടക്കുന്നു. ശാരദ, എടോ നിക്കൂ. ശാരദ, നിങ്ങൾ ഈ പിന്നെ കിടന്ന് വിളിക്കാൻ പോകുന്നുണ്ടോ? ഒരു വീട് വാതിൽ വിളിച്ച് അകത്ത് കയറിട്ട് മിണ്ടാണ്ടിരിക്കാനോ? ഏയ് സാരല്ല, എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കോ. വഴക്കൊന്നും ഉണ്ടാക്കണ്ട. എന്തൊക്കെയും നല്ല കാര്യമില്ല അവള് ചെയ്ത. നല്ല കാര്യം. എന്നെ അറിയില്ല അവൾക്ക്. അങ്ങോട്ട് ചെല്ലട്ടെ ഞാൻ. തന്റെ ഇടം കാട്ടിട്ട് അകത്ത് കയറി ഒളിച്ചിരിക്കണോടി. ഇറങ്ങി വാടി ഇങ്ങോട്ട്. ശാരദ, ഇറങ്ങി വാടി നാഗേച്ചി. ഈശ്വരാ, നിന്റെ അച്ഛൻ സമ്പാദിച്ച മുതലാണോടി കയറി ഒന്ന് കൈയടക്കാൻ. ശാരദത്തി, എന്റെ മുറ്റത്തൊന്നും ചലക്കരുത്. ചലിക്കൊടി. എന്ത് അധികാരത്തിലാടി നീ എന്റെ വീട്ടിൽ കയറിയത്? എന്ത് അധികാരത്തിലാടി പുതിയ കുറ്റിയും കൊളുത്തിട്ട് പൂട്ടിയത്? അധികാരമുണ്ട്, എന്നോട് പറഞ്ഞിട്ടാ നിങ്ങളുടെ ആങ്ങള. ഏരണം കേട്ടവളെ. എന്റെ ആങ്ങള നിന്റെ ആരാടി? നിന്റെ സംബന്ധക്കാരനോ? അത് നിങ്ങളുടെ ആങ്ങളോട് തന്നെ ചോദിക്കേ. നാട്ടുകാര് കേൾക്കും. കേക്കട്ടെ, നാട്ടുകാരെല്ലാം കേക്കട്ടെ. ദേ, ഇത്ര എളുപ്പം പോലെ എന്റെ ആങ്ങളയിട്ട് വട്ടം ചുറ്റി അവസാനം ഒരു കൊലപാതകയാക്കി. മതി വായിട്ടലച്ചത്. ഒരാങ്ങളെ പെങ്ങള്, എന്നിട്ടിപ്പോ കൊല്ലം 7 ആയല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കാറുണ്ടോ ഈ പെങ്ങള്? ഒരു പെൺകുട്ടിയുള്ളത് അമ്മാമാരുടെ അടുക്കളയിൽ പാത്രം കഴുകുക. ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്നിട്ടിപ്പോ അധികാരം ചോദിച്ചാലോ നിങ്ങൾ ആരാ? മനസ്സിലായില്ല. എന്താ ഉണ്ടാട്ടം മുട്ടിയോ? ചെതലൊന്ന് തീർക്കാണ്ട് ആ വീടൊന്ന് അടിച്ചു വാരിയിട്ടത് ഇത്ര വലിയ കുറ്റമാണെങ്കിൽ നിങ്ങളോണ്ട് കേസ് കൊടുക്ക്. ഇനി ഞാനത് ചെയ്യും. 1 മാസം കഴിഞ്ഞ് ആ മനുഷ്യൻ വരും. വരുമ്പോ എന്നെ വിളിച്ച കൂടെ പോയി പൊറുക്കുകയും ചെയ്യും. എന്താ ചെയ്യാന്ന് വെച്ചാ ചെയ്യ്. അത് പറ. അപ്പൊ അതാ നിന്റെ ഉള്ളിലിരിപ്പല്ലേ? കേട്ടോ? എല്ലാരും കേട്ടില്ലേ? അതെ, അത് തന്നെയാ. ഈ പ്രായത്തിനിടയ്ക്ക് ഒരാൾക്കേ ഞാൻ മനസ്സ് കൊടുത്തിട്ടുള്ളൂ. 2-3 മാസം ഒരാളുടെ കൂടെ കഴിഞ്ഞ ശരിയാ. ഒരു കുട്ടിയുണ്ടായി. ആ മനുഷ്യന്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. എന്നെ തൊട്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല. അന്ന് മനസ്സിൽ ഒരാളേ ഉള്ളൂ, ഇന്നും അതെ. മരിക്കണതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. അതിനു വേണ്ടിയാ ഞാൻ ജീവിക്കണേ. നടക്കില്ലടി. എന്റെ പേര് ശാരദ നടങ്ങി നടക്കില്ല. നാട്ടിലുള്ള ആണുങ്ങളും കാണിച്ചു. നിങ്ങളെ പറ്റി അല്ല മനുഷ്യ.
കുട്ടി വിദ്യാധരൻ ഒരു വിസിറ്റർ ഉണ്ട്. വിദ്യാധര, നിന്നെ കാണാൻ ആള് വന്നിട്ടുണ്ട്. ഗഡി വന്നിട്ടുണ്ടല്ലേടാ. ആ എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓടി ഓടി വരണേ? ഒരു ഭൂകമ്പം ഉണ്ടായി നാട്ടില്. ശാരദയത്തി ഞാൻ തമ്മിലൊന്ന് മുട്ടി. കൊറേയൊക്കെ ഞാൻ കേട്ടു. എന്നിട്ട് ഞാൻ 4 വർത്താനം പറഞ്ഞു. എന്തിനാ വെറുതെ? ഞാൻ അടുക്കളയുടെ ഭാഗത്ത് ദ്രവിച്ച് എന്ന വാതിലൊരെണ്ണങ്ങട് കേറി. ചെതലും പൊടിയൊക്കെ തട്ടി വെടുപ്പാക്കി. പാമ്പും എലിയും മരപ്പട്ടിയും മാറാലേയും ആകെ നശിച്ചു ആ പേര. എന്നിട്ടൊരു പുതിയ കുറ്റിയും കൊളുത്തോട്ട് പൂട്ടി. ഇപ്പൊ എന്റെ പേരിൽ പോലീസിലെ കേസ് കൊടുക്കുന്ന പറഞ്ഞിരിക്കാ. ഇതൊക്കെ ഞാൻ വന്നിട്ട് പറയേ. ഇനിയിപ്പൊ അനുവാദം ചോദിക്കാനും പറയാനൊന്നും കാക്കില്ല. ശ്രീകുട്ടിയെ വിളിച്ചോണ്ട് വന്ന് ഞങ്ങളുടെ അമ്മയും മോളും കൂടെ അങ്ങോട്ട് താമസിക്കും. ആ, ഒരു നല്ല വിശേഷം ഉണ്ട് കേട്ടോ. ശ്രീകുട്ടി അവളൊരു പെണ്ണായി. വയസ്സറിയിച്ചു. ഞാൻ അവളെ കാണാൻ ചെന്നിട്ട് കാണിച്ചില്ല. ആട്ടി പുറത്താക്കി. എന്നാലും ഞാൻ കണ്ടു കള്ളന്മാരെ പോലെ പാത്തും പതുങ്ങിയും. അപ്പോഴാ വിശേഷം അറിയണ. അവൾ അവിടെ വലിയ വിഷമത്തിലാ. അമ്മായി നല്ല വിത്ത, ഒരു സമാധാനം കൊടുക്കില്ല. പഠിപ്പ് നിർത്തി. അരപ്പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് തോറ്റുത്രേ. അടുക്കളപ്പണി കഴിഞ്ഞിട്ട് പഠിക്കാൻ നേരം ഉണ്ടാവോ? അവള് കറുത്തു. പൊന്നുപോലെ ഇരുന്ന് എന്റെ മോള് കറുത്തു. പഴയ നിറമൊക്കെ പോയി. ആ ചിരി മാത്രം ഉണ്ട് ഇപ്പൊ. അമ്മായിയുടെ അനിയത്തിയുടെ കുട്ടിയെ നോക്കാൻ ബോംബെക്ക് കൊണ്ടുവന്ന് പേടിച്ചിരിക്കാ പാവം. എന്റെ കുട്ടി എങ്ങോട്ടും വിടരുത്. ഞാൻ വിളിച്ചു. എന്റെ കൂടെ പോരാൻ പേടി. അവര് വല്ല പോലീസിലും പറഞ്ഞ 2 ആളും പെടും. എന്തിന്? ഇപ്പോഴത്തെ കാലം അറിയോ? അവിടുന്ന് ഇവിടുന്നൊക്കെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോവുകയും എന്റെ മിനിക്കുട്ടിയെ പോലെ. എത്ര സംഭവങ്ങളാന്നറിയോ? നോക്കി നോക്കി ഇരിക്കാണ്ട് ചോറ് വാരി തിന്നിടോ. ടൂർ സർക്കാരിന്റെ ആണെങ്കിലും വയറ് നമ്മുടെ കേട്ടോ. ഗഡി വന്നിട്ട് എന്ത് പറഞ്ഞടാ? ഇങ്ങനത്തെ ഒരു സാധനം നാട്ടിലുണ്ടായിട്ടും പറോളിന് പോകാത്ത ഇവനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അല്ലടാ മൊയ്തീനെ, ഇവനെ അതൊന്നും ഇല്ലേ? നിനക്കെന്താ ഗർഭമുണ്ടോ ഓക്കാനിക്കാൻ? ആവശ്യമില്ല പിന്നെ എന്തിനാ വാങ്ങണേ? മറ്റുള്ളവർ തിന്നൂല്ലോ. തിന്നേയില്ല, തീറ്റിക്കയില്ല.